പ്രധാന വാർത്തകൾ. നയമാറ്റത്തിന്റെ പ്രഖ്യാപനവുമായി കെ.എൻ. ബാലഗോപാലിന്റെ 4ാം ബജറ്റ്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകും. ക്ഷേമ പെൻഷനിൽ വർധനയില്ല. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും. റബ്ബറിന്റെ താങ്ങുവില 180 രൂപയാക്കി. സിൽവർ ലൈൻ ഉപേക്ഷിച്ചിട്ടില്ലെന്നും ധനമന്ത്രി. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അധിക ഭാരമില്ലാതെ ബജറ്റിൽ കാര്യമായ നികുതി നിർദ്ദേശങ്ങളില്ല. മദ്യത്തിന് വില കൂടും. ഭൂമി ന്യായവില പരിഷ്കരിക്കും. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരും ഇനി ഭൂനികുതി നൽകണം. ബജറ്റിൽ കേന്ദ്രത്തിന് രൂക്ഷ വിമർശനം. കേന്ദ്ര അവഗണന പാരമ്യത്തിൽ നിന്ന് ധനമന്ത്രി. അവഗണന തുടർന്നാൽ പ്ലാൻ ബി നടപ്പാക്കും. 4 വർഷം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയായെന്നും കെ.എൻ. ബാലഗോപാൽ. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയെന്ന പ്രതിപക്ഷം. കർഷകർക്ക് നിരാശയുണ്ടാക്കുന്ന ബജറ്റെന്ന് വി.ഡി. സതീശൻ. കേന്ദ്രം തരാനുണ്ടെന്ന് പറയുന്നതൊക്കെ കള്ളക്കണക്കുകളാണെന്നും പ്രതിപക്ഷ നേതാവ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം തുടങ്ങി. CMR ആസ്ഥാനത്ത് SFIOയുടെ പരിശോധന. എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. വിശാഖപട്ടണം ടെസ്റ്റിൽ വിജയം 106 റൺസിന്. 9 വിക്കറ്റ് വീഴ്ത്തിയ ബുംറ കളിയിലെ താരം.